നമ്മുടെ ഓണം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല മക്കൾക്കും പല ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരിക്കും അല്ലേ. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടാകും അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി, കുറച്ച് ആൾക്കാർ വളരെ ഈസി ആയി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടാകും, കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത് ഭയങ്കര ടഫായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പം അങ്ങനെ ടഫായത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എന്തുകൊണ്ട് ഈസി ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സിമ്പിളായിട്ടുള്ളൊരു ആൻസറേ ഉള്ളൂ. അങ്ങനെ ഈസി ആയി എന്ന് പറഞ്ഞ മക്കളെല്ലാവരും തന്നെ അവർ ലാസ്റ്റ് മിനിറ്റിലേക്ക് പഠിച്ച ആൾക്കാരല്ല. അവർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ആൻഡ് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റിൽ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് റിവൈസ് ചെയ്തിട്ടുള്ള മക്കളാണ്. ഓക്കെ, ആൻഡ് അതുമാത്രമല്ല ചില മക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു വെച്ചാൽ എല്ലാം പഠിച്ചു, ഓക്കെ എല്ലാം ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്, പക്ഷേ എക്സാം ഹാളിൽ എത്തിയപ്പോൾ എനിക്ക് ആൻസർ മറന്നുപോയി, എനിക്കത് ആൻസർ കിട്ടുന്നില്ല. ഇപ്പം മാത്സിൻ്റെ ഒക്കെ ആണെങ്കിൽ സ്റ്റെപ്സ് എഴുതാൻ കിട്ടിയില്ല, ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായി എന്നുള്ളത്. അപ്പം ഈ ഒരു ബ്ലാങ്ക് ആവുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര തറോ ആയിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് എക്സാം ഹാളിൽ എഴുതാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ കറക്റ്റ് ആൻസർ റിവിഷൻ ഇല്ലാത്തതും നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാത്തതുമാണ് അല്ലേ. അപ്പം ഇനി നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം റിവിഷൻ ഇല്ലായിരുന്നു, നിങ്ങൾ അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല എന്ന് പറയുന്നതിലല്ല കാര്യമുള്ളത്. ഇപ്പം നമ്മുടെ ഓണം എക്സാം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1/4 പോർഷനേ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി വരുന്ന 3/4 പോർഷനും എന്താണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് വെച്ചിട്ടുള്ള എക്സാം എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ച് നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം കൊറോണയുടെ ആ ഒരു സമയത്തായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നത്. പക്ഷേ റീസെൻറ്റ് ഇയേഴ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതലും ഈ വർഷത്തെ ഇപ്പം നിങ്ങളുടെ എക്സാം അടുപ്പിച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് പറയുണ്ടായി. മനസ്സിലാക്കി തന്നെ പഠിക്കണം, ബൈ ഹാർട്ട് ലേണിംഗ് പറ്റില്ല, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി അനലൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുമുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, സ്റ്റാർട്ടിങ് മുതൽ തന്നെ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ ലാസ്റ്റ് മിനിറ്റിൽ ബൈ ഹാർട്ട് ലേണിംഗ് കൊണ്ടോ ലാസ്റ്റ് മിനിറ്റിലെ പ്രഡിക്ഷൻ മാത്രമോ നമുക്ക് മാർക്ക് തരില്ല, ഉറപ്പിക്കാൻ നമുക്ക് മാർക്ക് തരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വേഗം തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പം നമ്മുടെ എക്സാമിൻ്റെ ബാച്ചസിൽ ഇപ്പം നമ്മൾ ഓണം എക്സാമായിട്ട് ലൈവ് ക്ലാസ്സൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെപ്റ്റംബർ 8 മുതലാണ്. അതായത് നിങ്ങളുടെ ഓണം എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് ചില്ലായി ഒന്ന് സമാധാനമായി ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ 8 മുതൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പം ഇനി മുതലുള്ള പോർഷൻസ് എങ്കിലും കറക്റ്റായിട്ട് പഠിച്ച് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അല്ലെ മോഡൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ എക്സാം ടൈമിൽ നിങ്ങൾക്ക് റിവിഷനൊക്കെ ചെയ്ത് അങ്ങനെ നിങ്ങളുടെ മെമ്മറി സ്ട്രോങ് ആക്കുന്ന രീതിയിൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് അഡ്മിഷൻ എടുക്കാം. അത് ഓഗസ്റ്റ് 28 മുൻപാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും, 5% നമ്മുടെ ഓണം ഓഫറും കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഓണം ഓഫർ നിങ്ങൾക്ക് ഉണ്ടാകും, രണ്ടാമത്തേതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യില്ല. അതുമാത്രമല്ല ഓഗസ്റ്റ് 28 മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓണം വെക്കേഷൻ ഒരു കുറച്ച് സമയമുണ്ട്. സെപ്റ്റംബർ 8 നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ നോട്ട്സ് ഇരിപ്പുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സുകളൊക്കെ കണ്ട് നമ്മൾ ആ ഒരു ബാച്ചിൻ്റെ കൂടെ തന്നെ ആ ട്രാക്കിൽ നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ കുട്ടിയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.